ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു മീൻപിടുത്ത കാഴ്ചയിലേക്ക് സ്വാഗതം. നമ്മളിതേ കണ്ടത്തിലേക്ക് ഇറങ്ങി പോകണം കേട്ടോ. അപ്പോൾ ഈ സുഹൃത്തുക്കൾ നമ്മുടെ മോട്ടോർ വഴി പറ്റുകയാണ്. അതിരാവിലെ പറ്റുവാണ്. അതേ കിടക്കപ്പായ എണീറ്റ് വന്നിട്ട് മോട്ടോറച്ചൻ വിളിച്ചിട്ട് മോട്ടോർ വഴി വന്ന് പറ്റാൻ പോവാണ്. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചെയ്യാൻ പറഞ്ഞു. അപ്പം കിടക്കപ്പായ എണീറ്റ് വന്നാൽ നോക്കിയിട്ട് വല വെക്കുകയോ മീൻ കാണുന്ന പോലെ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ പിടിക്കാൻ നമ്മൾ വിചാരിക്കുന്നത്. കുറച്ചുകൂടെ വെള്ളം പറ്റുന്ന നല്ലതായിരിക്കും അല്ലേ ഇതിനെ. ഓക്കെ നോക്കാം. ചുറ്റി നാട്ടിക്കോട്ടെ ഇവിടെ. ഈ ചവറ് ഈ വലക്കകത്ത് കയറ്റി പുറയിലങ്ങ് മാറ്റിയിടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ വലക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകരുത്. ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമെന്ന് പറഞ്ഞിട്ട് മീനോടെ നിൽക്കണം. അതിനാണ് ഈ ചവറ് കയറ്റിയിടുന്നത്. പോളയെല്ലാം കയറ്റി വലയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് അങ്ങോട്ട് മാറി ഇറങ്ങണം. അപ്പുറത്തെ മടലിനോട് ഇറങ്ങാം. ഒരെണ്ണം ഇപ്പോൾ അങ്ങോട്ട് കയറിപ്പോയി. അവിടെ ഇറങ്ങാം. സൂക്ഷിച്ചിറങ്ങണേ. എടാ പോമേ. കൊണ്ടുപോകാന് അല്ല ചെളിക്കാത്ത മൊത്തം നടക്കും. അങ്ങനെ ഉണങ്ങാൻ പറ്റ മീൻ്റെ അവിടെ ഒരു കീരി വന്നിട്ട് പോകുന്നുണ്ട്. ഇറങ്ങണ മതി.
ഓടിച്ചങ്ങ് എടുത്തു. കീറിയോ? ഒത്തിരി കീറിയോ? ഇല്ലല്ലോ. ഒരു കെട്ടിട്, കണ്ടത്തിലോട്ടങ്ങ് ഇട്. ഇതിനകത്തോ? പുറത്ത് വന്നാണോ? അവനെ പുറത്തോട്ടിട്ട് മറിച്ചോ. എന്നാ ഇത് പിടി. കാരി തൂങ്ങി കിടക്കുന്നേ, അത് കുടഞ്ഞിട്. ആണ്ടാ അതിലോടൊക്കെ കിടക്കുന്നുണ്ടോ? എല്ലാവരുടെയും പണി കഴിഞ്ഞിട്ടാ ഞങ്ങളുടെ പണി. വേണ്ട, നീന്തി കയറാൻ പാടാ. മൊത്തം പേർക്ക് കിട്ടുവേ. ഞങ്ങളെടുത്ത പോലെ നോക്കട്ടെ. അമ്മ വേണമെങ്കിൽ വടക്കേ സൈഡിൽ പോര്. വടക്കേ സൈഡിൽ വരാൻ പോര്. അവിടെ നിന്നു ഇത് എടുക്കണോ? കളഞ്ഞേര്. പിടിക്കാം, വല പിടിക്കാം. ഇത് മൊത്തം പെറുക്കിയിടണേ. ഇത് പെറുക്കിയിടണേ മൊത്തമേ. ഞങ്ങൾ വല വെക്കുവാണേ. ഈ കടവിൽ കൊണ്ട് ആ വിരിഞ്ഞ വലക്കകത്തിടണേ. ഈ ചെറിയ എന്തേ ചേച്ചാ, ഇത് അവിടെ വെള്ളത്തിൽ കൊണ്ടിട്ടില്ലേ ചത്തു പോവേ. ഞങ്ങൾ വല വെക്കുവാണ്. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ നമ്മുടെ രണ്ടാമത്തെ വല വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങാൻ പോവാം. വീഡിയോ എടുക്കാൻ വേറെ ആരുമില്ല. ഞങ്ങൾ രണ്ടും കൂടെ പണിയെടുക്കണം. കയറ്റാൻ നേരത്ത് കാണിക്കാം. എപ്പുറത്തോട്ടാ? ആ സൈഡിലോട്ട് കയറും. ആ മടലെടുത്ത് മാറ്റിക്കാമേ. ഒരേ ചെമ്പല്ലി കാണുമായിരിക്കും.
ഒരാൾ കുറവാ. രണ്ടാമത്തെ പോലെ നമ്മൾ പറ്റിച്ച്. ഒന്നുമില്ലായിരുന്നു. നമ്മളുടെ ഇന്നത്തെ മീൻപിടുത്തം അവസാനിപ്പിച്ച് നമ്മുടെ കുറച്ച് പുറകോട്ട് മാറി നമ്മുടെ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അവരെ കൂടെ ഒന്ന് കണ്ടിട്ട് അവരുടെ മീൻപിടുത്തം കൂടെ ഒന്ന് കാണാമല്ലോ. അത് കഴിഞ്ഞിട്ട് കരയ്ക്ക് കയറാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അതല്ല, പുറകോട്ട് മാറി നമുക്ക് വല വെക്കാൻ ഈ തോട്ടിൽ ഇനി സ്പേസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മീൻപിടുത്തം അവസാനിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം. അല്ല, തിരിച്ചു വെച്ച വലല്ലേ? ആ, തിരിച്ചു വെച്ച വല. മീനെപ്പോഴും പുറകോട്ട് ഓടി നിൽക്കണം. നമ്മുടെ കയ്യിലൊന്നും മുട്ടി കാണിക്കരുതെന്നേ ഉള്ളൂ. മീൻ പുറകോട്ട് മാറി ഓടിക്ക പല്ല ഇത് കടിച്ച പിടിക്കരുത്. വാളൊക്കെ ചെയ്യുന്നത് ടീം വന്ന വല വെക്കണം. അപ്പോൾ ആ പോള പൊളിച്ചതാ പറയുന്നത് അല്ലേ? ആ പോള പൊളിച്ചാൽ ഇങ്ങോട്ടൊന്നും കണ്ടില്ല. അവർക്ക് ചിലപ്പോൾ ഇന്നലത്തെ തന്നെ ആഘോഷമായിരിക്കും. ചിലപ്പോൾ മിനിറ്റ് കാണില്ല, 50 രൂപയ്ക്കകത്ത് വലിയ കുഴപ്പമില്ല. വിലയില്ലല്ലോ. ആ, ഞങ്ങളൊന്നുമില്ല റോഡിൽ പോയി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ഒരു വലയ്ക്ക് മാത്രമേ എന്തെങ്കിലും കിട്ടിയുള്ളൂ. നമ്മുടെ ചേട്ടന്മാരോട് വന്ന് അവർക്കും അതേപോലെ തന്നെ മീൻ കിട്ടി. കിട്ടിയ മീൻ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. രാവിലെ തന്നെ ഇത്ര മീൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യമാണ്. അത് തന്നെയല്ല, അച്ചാച്ചനെ വിളിച്ചിട്ട് ഈ മീൻ ഓർഡർ ആവുകയും ചെയ്ത് ഇത് ഈ വെള്ളത്തിലിട്ടേക്കുണ്ടോ. ഇതുണ്ടത്, ഒരു വലയ്ക്ക് നമുക്ക് ഇത്ര മീൻ കിട്ടി. ഹൈലൈറ്റ് എന്ന് പറയാൻ ഒരു രോഹവും കിട്ടി. ഇതൊരു 4-5 കിലോ മീനുണ്ടല്ലോ അച്ഛാ. 5 അല്ലല്ലേ? കല്ലട മുട്ടി നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല. നമുക്ക് വലുത് നമ്മൾ കറി വെക്കും, ചെറുത് നമ്മൾ ചൂണ്ടയ്ക്ക് കിട്ടും. വെളുത്തിട്ടോടാ. ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണാമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ടാറ്റാ ബൈ ബൈ. ഞങ്ങളോട് മീൻ പിടിച്ച ഒരു പുള്ളി വെറുതെ പിടിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് കാപ്പ് പിടിക്കുന്നുണ്ട്. ഒട്ടും പൊട്ടേ. അടുത്ത വീഡിയോ കാണുന്നപ്പോൾ ടാറ്റാ ബൈ ബൈ.